ചേട്ടാ, ഞാൻ റെഡി. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാം. ഈ ചുരിദാറാണോ ഇടുന്നത്? തൂങ്ങി പറഞ്ഞു കിടക്കുന്ന ഈ കോപ്പ് കാണുന്നതേ എനിക്ക് കലിയാണ്. പുറത്തിറങ്ങുമ്പോൾ ഇത്തിരി വൃത്തിക്കും എനിക്ക് നടന്നുകൂടെ? ഈ ടോപ്പിന് എന്താ കുഴപ്പം? ഈ ലൈറ്റ് യെല്ലോ കളർ എനിക്ക് നന്നായി ചേരുന്നുണ്ട് എന്ന് കണ്ടവരെല്ലാം പറഞ്ഞല്ലോ. നിങ്ങൾ കലയിൽ ഒന്നും ഇഷ്ടപ്പെടില്ല. ഇതാണ് കുഴപ്പം. നിനക്ക് തോന്നിയ പോലെ ഒരുങ്ങിയിറങ്ങാനാണെങ്കിൽ എന്തിനാണ് എന്നോട് അഭിപ്രായം ചോദിക്കുന്നത്? ഞാനിപ്പോൾ ഈ ചുരിദാർ മാറണോ വേണ്ടായോ? അത് പറ. പറയാനുള്ളത് പറഞ്ഞു. എനിക്കിനി ഒരു അഭിപ്രായവുമില്ല. എങ്ങനെ വേണമെങ്കിലും വന്നോ. കണ്ടോ കണ്ടോ, ഇങ്ങനെയുള്ള കിട്ടിയന്മാരുണ്ടോ? എപ്പോഴും ദേഷ്യമാണ്. ഒന്നും അങ്ങോട്ട് പറയാൻ വയ്യ. നീ വരുന്നുണ്ടോ? സമയം പോകുന്നു. ചേട്ടൻ പറ, ഞാനത് മാറ്റണോ? നിന്നോടല്ലേ പറഞ്ഞത് ഇഷ്ടം പോലെ ചെയ്യാൻ. എന്തായാലും നിങ്ങളൊരു തീരുമാനം പറയില്ലല്ലേ? എനിക്ക് സൗകര്യമില്ല. എന്നെ കാണാൻ കൊള്ളത്തില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടാലും ചേട്ടൻ കളിയാക്കുന്നത്. എനിക്കുറപ്പാണ് ഇപ്പോൾ ചേട്ടന് എന്നെ ഇഷ്ടമല്ല. മനസ്സിൽ വേറെ ആരോ ഉണ്ട്. കാറിൻ്റെ കീ വലിച്ചെറിഞ്ഞ് ആകാശേട്ടൻ ദേഷ്യത്തോടെ ഇറങ്ങി വന്നപ്പോൾ ഒരടി പ്രതീക്ഷിച്ചതാണ്. ഒന്നും മിണ്ടാതെ ഡ്രസ്സ് മാറി കടയിലേക്ക് പോയി. ഇന്ന് ഷോപ്പ് ഉച്ച കഴിഞ്ഞ് തുറക്കുന്നില്ല എന്ന് പറഞ്ഞ് കറങ്ങാനിറങ്ങിയ ആളാണ്. എല്ലാം കുളവായി. ഒരുപാട് സന്തോഷം നിമിഷം കൊണ്ട് കണ്ണീരായി. വർഷങ്ങൾ കഴിയുന്തോറും പരസ്പരം അകലം കൂടി വരികയാണോ അടുക്കുകയായിരുന്നോ? ഒരു ഉത്തരത്തിൽ എത്താൻ പറ്റുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ കരഞ്ഞു തോരാത്ത കണ്ണുകളും പാറിപ്പറന്ന മുടിയുമായി ഓട്ടോയിലിരിക്കുമ്പോൾ മിനി വെറുതെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അന്നൊക്കെ വെറുതെ സംശയിച്ച് വഴക്കുണ്ടാക്കി. പക്ഷെ ഒരിക്കൽ പോലും ആകാശേട്ടൻ എന്നെയും മക്കളെയും മറന്ന് ജീവിക്കുമെന്ന് കരുതിയിട്ടില്ല. വെറുതെ പ്രകോപിപ്പിക്കാൻ ഓരോന്ന് പറയുമ്പോഴും ചേട്ടൻ ഞങ്ങളല്ലാതെ വേറൊരു ബന്ധവുമില്ല എന്ന് മനസ്സുറപ്പിച്ചു. എന്നിട്ട് എന്താണെന്ന് സംഭവിച്ചത്? എവിടെ പോകുന്നുവെങ്കിലും ആകാശേട്ടനോട് ചോദിച്ചിട്ടേ പോകാറുള്ളൂ. ഇന്ന് പതിവില്ലാതെ ഒരു ആവശ്യത്തിന് പുറത്തു പോകേണ്ടി വന്നപ്പോൾ സമ്മതം ചോദിക്കാൻ സമയം കിട്ടിയില്ല. പോകേണ്ട കാര്യം സാധിച്ചു കഴിഞ്ഞ് വെറുതെ ടൗണിലുള്ള ഞങ്ങളുടെ കടയിൽ കയറിയപ്പോൾ ചേട്ടൻ അവിടെയില്ല. സഹായത്തിന് നിൽക്കുന്ന പയ്യനോട് ചോദിച്ചപ്പോൾ പുറത്തോട്ട് പോയി എന്ന് പറഞ്ഞു. ഒരു രസത്തിനാണ് അവിടെ ചെന്ന് ചേട്ടൻ്റെ ഫോണിൽ വിളിച്ചത്, ഒരു സർപ്രൈസ് കൊടുക്കാൻ. ചേട്ടൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഒട്ടും കൂസാതെയാണ് അങ്ങേര് പറഞ്ഞത് കടയിലുണ്ടല്ലോ എന്ന്. എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. കള്ളം പറഞ്ഞതിലുള്ള ദേഷ്യവും എങ്ങോട്ടാണ് പോയത് എന്ന സംശയവും കാരണം വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. ആ സമയത്താണ് ഞങ്ങളുടെ വണ്ടി കടയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. വണ്ടിയിൽ ആകാശേട്ടനെ കൂടാതെ ഒരു പെണ്ണ് കൂടിയുണ്ട്. ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടുള്ള പെൺകുട്ടിയല്ല. കാറിൻ്റെ മുൻവശത്തെ സീറ്റിൽ ചേട്ടനോടൊപ്പം ഏതോ ഒരു പെൺകുട്ടി ഇരിക്കുന്ന കണ്ടപ്പോൾ തലകറങ്ങി താഴെ വീണില്ല എന്നേ ഉള്ളൂ. കടയുടെ അകത്ത് നിൽക്കുന്ന എന്നെ ശ്രദ്ധിക്കാതെ അവർക്കൊപ്പം ചേട്ടൻ വേറെ എന്തോ കാര്യത്തിനായി പുറത്തു പോകുന്ന കണ്ടപ്പോൾ ഞാനും ചിലത് മനസ്സിലുറപ്പിച്ചു. ഞാൻ പോകുന്നു എന്ന് കടയിലെ ചെക്കനോട് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അതുവരെ ചേർത്ത് പിടിച്ചതൊക്കെ കൈക്കൊമ്പിൽ നിന്നും ചോർന്നു പോകുന്നുണ്ടായിരുന്നു. കൂടുതലൊന്നും ആലോചിക്കാനില്ലായിരുന്നു. താലിമാല ഊരി മേശയിൽ വെച്ച് കല്യാണത്തിന് അച്ഛൻ തന്ന ആഭരണങ്ങളെടുത്ത് അയാൾക്ക് ഇഷ്ടമില്ലാത്ത മഞ്ഞ ചുരിദാറിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ സ്കൂൾ വിട്ട് വരുന്ന മക്കളോട് കുടുംബ വീട്ടിലിരിക്കാൻ പറയാൻ അയലോക്കത്തെ സുധചേച്ചി ഏർപ്പാടാക്കി. പണ്ടേ ഉറപ്പിച്ചതാണ്, എന്തെങ്കിലും ചേട്ടൻ ചതിച്ചു എന്നുറപ്പായാൽ പിന്നെ ഒരു നിമിഷം പോലും അയാളുടെ ഭാര്യയെ ജീവിക്കരുതെന്ന്. ഇനി ഒരിക്കലും അയാൾ എന്നെ കാണരുത്. മിനി, എന്താണിപ്പോൾ വീട്ടിൽ പോകുന്നത്? മക്കളിപ്പോൾ സ്കൂൾ വിട്ട് വരികില്ലേ? സീറ്റിൽ ചാരിക്കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്ന മിനി ഓട്ടോ ചേട്ടൻ്റെ ചോദ്യം കേട്ടപ്പോൾ കണ്ണു തുടച്ച് നേരിയിരുന്നു. ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ വർഷങ്ങളായി പരിചയമുള്ള ആളാണ്. ഒരത്യാവശ്യ കാര്യമുണ്ട്, അതാണ്. മോളിപ്പോൾ എത്രയിലാ? 7. അത്രയൊക്കെ ആയല്ലേ? മക്കൾ എത്ര പെട്ടെന്നാണ് വളരുന്നത്. അത് കേട്ടപ്പോൾ നെഞ്ചിലൊരു തീയാളി. മോളിപ്പോൾ സ്കൂൾ വിട്ട് വന്നിരിക്കും. കുടുംബത്തിൽ അനിയനൊപ്പം താമസിക്കുന്ന ആകാശേട്ടൻ്റെ അമ്മയ്ക്ക് പ്രായമായി. അനിയൻ്റെ മൂത്ത മോൻ മോളുടെ അതേ പ്രായമാണ്. അവനും അവിടെ കാണും. ചിലപ്പോൾ അവൻ്റെ കൂട്ടുകാരും. അനിയനും ഭാര്യയും ജോലിക്ക് പോയിട്ട് വൈകിട്ടേ വരൂ. ഈശ്വര, മോൾ! ഞാനെന്ത് സാഹസമാണ് കാണിച്ചത്? നെഞ്ചിലൊരു പരവേശം, ഒരു വെപ്രാളം പോലെ. ചേട്ടാ, നമുക്ക് തിരിച്ചു പോകാം. അതെന്താ പിന്നെ പെട്ടെന്ന് അങ്ങനെ? ഒന്നുമില്ല, ചേട്ടൻ വണ്ടി തിരിക്കൂ. കുടുംബത്തിൽ ചെന്നപ്പോൾ അനിയൻ്റെ മോനും കൂട്ടുകാർക്കുമൊപ്പം മോളും മോനും എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. ഓട്ടോ നിർത്തി അവരെ കയറ്റി വീട്ടിലെത്തുമ്പോൾ പോലും ശരീരത്തിൽ ഒരു വിറ. ഈ പെങ്കുച്ചിനെ എന്ത് വിശ്വസിച്ചാണ് ഞാൻ അവിടെ ഇരുത്തി പോയത്? ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിച്ച് കുളിച്ച് കട്ടിലിൽ പോയി കിടന്നപ്പോൾ കണ്ണു നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. വീട്ടിലേക്ക് പോകാനിറങ്ങിയപ്പോൾ മക്കളെ കൂടെ കൊണ്ട് പോകാഞ്ഞത് അവരുടെ അച്ഛൻ കൊടുക്കുന്ന യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളും എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നുറപ്പുള്ളതുകൊണ്ടായിരുന്നു.
പിന്നെ ആഭരണങ്ങൾ എടുത്തത് സ്വന്തം വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടുമാകാതെ എവിടെയെങ്കിലും ഹോസ്റ്റലിൽ വല്ലതും താമസിച്ച് ഒരു ജോലി കണ്ടെത്താം എന്നോർത്താണ്. എല്ലാം വെറുതെയാണ്, ഒന്നും നടക്കില്ല. ഒരുപാട് ചങ്ങലകളിൽ ബന്ധിതമാണ് ഓരോ പെണ്ണുടലും. മനസ്സിന് മാത്രമേ കടിഞ്ഞാൻ ഇല്ലാതെയുള്ളൂ. മനസ്സ് പായുമ്പോൾ ശരീരം അനങ്ങാൻ പോലും പറ്റാത്തവണ്ണം ബന്ധങ്ങളിൽ ബന്ധിതമാണ്. മോനോട് പറഞ്ഞ ചപ്പാത്തിയും മുട്ടക്കറിയും അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് വാങ്ങിപ്പിച്ചു. ഒന്നും ഉണ്ടാക്കാൻ വയ്യ, ശരീരം തളർന്നു പോകുന്ന പോലെ. പതിവ് പോലെ ആകാശേട്ടൻ താമസിച്ചെത്തി. കടയിലെ ചെക്കൻ ഞാൻ ചെന്ന കാര്യം പറഞ്ഞോ ഇല്ലയോ, ഒരു തവണ പോലും എൻ്റെ ഫോണിലേക്ക് ചേട്ടൻ വിളിച്ചിട്ടില്ലായിരുന്നു. ചെന്നതും വേറൊരു പെണ്ണിനൊപ്പം കണ്ടതുമൊക്കെ ചിലപ്പോൾ അറിഞ്ഞു കാണും. എന്ത് വിശദീകരണം തരണം എന്നറിയാത്തത് കൊണ്ട് മനഃപൂർവ്വം അറിഞ്ഞ ഭാവം നടിക്കില്ല. അമ്മ എവിടെയെന്ന് മോളോട് ചോദിച്ചപ്പോൾ മോൾ അമ്മയ്ക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. റൂമിൽ വന്ന് കിടന്നപ്പോഴും ഞങ്ങൾ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. അല്ലെങ്കിൽ തന്നെ എല്ലാം നേരിട്ട് കണ്ടു. ഇതിൽ കൂടുതൽ ഇനി എന്ത് ചോദിക്കാൻ? ഞായറായതുകൊണ്ട് രാവിലെ താമസിച്ചാണ് എഴുന്നേറ്റത്. ഒരുപാട് താമസിച്ചു പോയിരുന്നു. അടുക്കളയിൽ മക്കളുടെയും ചേട്ടൻ്റെയും വർത്തമാനം കേൾക്കാം. മുഖം കഴുകി ഹാളിൽ വന്നിരുന്നു. ആരോടും ഒന്നും മിണ്ടിയില്ല. എത്ര പെട്ടെന്നാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയത്. മോള് ചായ കൊണ്ടുവന്ന് തന്നു. അതിനൊപ്പം ചപ്പാത്തിയും സ്റ്റൂവും. ചേട്ടൻ്റെ കുക്കിംഗ് ആണ്. പശ്ചാത്താപം ആവും. എന്തിന്? അവൾ കൊണ്ടുവന്ന് ഭക്ഷണം ദേഷ്യത്തോടെ വേണ്ടെന്ന് പറഞ്ഞ് തട്ടിമാറ്റി എഴുന്നേറ്റ് പോയി വീണ്ടും കിടന്നു. ചേട്ടൻ എന്നോടൊന്നും ചോദിക്കുന്നില്ല. ഞാൻ അവിടെ ഉള്ളതായി പോലും നടിക്കുന്നില്ല. ഞാനും മൈൻഡ് ചെയ്യാൻ പോയില്ല. ഉച്ചയ്ക്ക് അച്ഛനും മക്കളും കൂടി ഊണ് റെഡിയാക്കി. മോൻ വന്ന് കഴിക്കാൻ വിളിച്ചപ്പോഴും ഞാൻ എഴുന്നേറ്റ് ചെന്നില്ല. അമ്മയ്ക്ക് വയ്യെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവൻ അച്ഛനെ നിർബന്ധിക്കുന്നത് കേട്ടു. ഇടയ്ക്ക് മക്കൾ നിർബന്ധിച്ച് ഒരു ഗ്ലാസ് പാലും റസ്കും കഴിപ്പിച്ചു. അപ്പോഴൊക്കെ ചേട്ടൻ്റെ കാര്യങ്ങൾ ചെയ്തും ടി വി കണ്ടും സമയം ചിലവിട്ടു. ഇന്നലത്തെ കാര്യം പറഞ്ഞ് പരസ്പരം വഴക്കുണ്ടാക്കിയിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് നെഞ്ചിനകത്തുണ്ടാകുമായിരുന്നില്ല. ഇതിപ്പോൾ എന്താണ് ചേട്ടൻ്റെ ഉദ്ദേശമെന്നറിയില്ല. എന്നെ ഉപേക്ഷിക്കാൻ തന്നെ ആവും. ഞാനായിട്ട് ഒഴിഞ്ഞു പോകണോ? ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ അലട്ടുമ്പോൾ റൂമിലെ ലൈറ്റ് ഓണായി. ആഹാ, സന്ധ്യയ്ക്ക് കിടക്കുകയാണോ? പ്രായമുള്ള ഒരമ്മ, കയ്യിൽ ഒരു കുഞ്ഞുമുണ്ട്. മോളുടെ കെട്ടിയോൻ ആകാശിൻ്റെ കൂട്ടുകാരനില്ലേ പ്രവീൺ? ഞാൻ പ്രവീണിൻ്റെ അമ്മയാണ്. പ്രവീണിനെ എനിക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് കടയിൽ നിന്നിട്ടുണ്ട്. അങ്ങനൊരു പരിചയമുണ്ട്. അപ്പോഴേക്കും അവൾ കയറി വന്നു. എൻ്റെ ജീവിതത്തിലെ വില്ലത്തി. ഇനി ഈ തള്ളയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് എൻ്റെ കെട്ടിയോൻ്റെ ആണോ? അവകാശം ഉറപ്പിക്കാൻ ആളെ കൂട്ടി ഇറങ്ങിയതാണോ? മോളെ, ഇത് സുജ, എൻ്റെ മരുമകളാണ്, പ്രവീണിൻ്റെ ഭാര്യ. ചേച്ചി എന്ന് വിളിച്ച് പ്രവീൺ അകത്തേക്ക് വന്നപ്പോൾ ഞാൻ കട്ടിൽ നിന്നും എഴുന്നേറ്റു. അവരെ വിളിച്ച് ഹാളിൽ കൊണ്ടുപോയിരുത്തി വെള്ളമെടുക്കുമ്പോൾ പോലും എനിക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആകാശേട്ടൻ പുറത്തു പോയെന്ന് തോന്നുന്നു. കാണുന്നില്ല. മക്കൾ ടി വിയുടെ മുമ്പിലുണ്ട്. മോളെ, ഒന്നും പറയണ്ട. കുഞ്ഞിൻ്റെ കാർഡ് ഇവിടെ ആയിപ്പോയി. അതാണ് ഇങ്ങോട്ടിപ്പോൾ വന്നത്. നാളെ ഒന്നും കൂടി കാണിക്കണമല്ലോ. എന്നെ കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടാവണം പ്രവീൺ വിശദീകരിച്ചത്. ചേച്ചി, ഞാൻ വന്നിട്ട് ക്വാറന്റൈനിലായിരുന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മുകളിലത്തെ നിലയിലും ഇവർ താഴത്തുമായിരുന്നു. ഇന്നലെ പെട്ടെന്ന് മോനൊരു ഛർദിൽ വന്നു. ഇന്നലെ ഒരു ദിവസം കൂടി കഴിയാതെ പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ആകാശേട്ടനാണ് ഓടി വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയത്. കവലയിലുള്ള ക്ലിനിക്കിലാണ് കൊണ്ടുപോയത്. ഒരു സിറപ്പ് പുറത്തേക്ക് കുറിച്ചു കൊടുത്തിരുന്നു. സുജിയും ചേട്ടനും കൂടി അമ്മയെ മോൻ്റെ അടുത്തിരുത്തിയിട്ട് നമ്മുടെ ജംഗ്ഷനിലുള്ള മെഡിക്കൽ സ്റ്റോറിൽ വന്ന് വാങ്ങിച്ചു കൊടുക്കുകയായിരുന്നു. ചേച്ചി, ചേട്ടൻ ഇന്നലെ ഇട്ട ഷർട്ടിൻ്റെ പോക്കറ്റിൽ മോൻ്റെ കാർഡുണ്ട്. ഒന്ന് എടുത്തു തരാമോ? ഞാനിപ്പോൾ ചേട്ടനെ വിളിച്ചിരുന്നു. മൂപ്പര് വരാൻ അരമണിക്കൂർ എടുക്കും. ഷർട്ടിൽ നിന്നും കാർഡ് എടുത്ത് കൊടുക്കുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. എല്ലാം തൻ്റെ തോന്നലായിരുന്നു. എൻ്റെ ചേട്ടൻ എന്നെ ചതിച്ചിട്ടില്ല. അവർ പോയിക്കഴിഞ്ഞ് മക്കളുടെ അടുത്ത് ചെന്നിരുന്ന് അവരെ ഉമ്മ വെച്ച് ചിരിച്ചപ്പോൾ പിള്ളേർ ചോദിച്ചു അമ്മയുടെ തലവേദന മാറി ഓക്കെ ആയല്ലോ എന്ന്. പിന്നെ ഒരു ഉത്സാഹമായിരുന്നു. കുളിച്ച് വൃത്തിയായി ഒരുങ്ങി ചേട്ടൻ വരുന്നതും കാത്ത് ആഹാരം തയ്യാറാക്കിയിരുന്നു. വണ്ടി നിർത്തി മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോയ ചേട്ടൻ്റെ പുറകെ ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ കരഞ്ഞുപോയി. കൈ ബലമായി വിടിവിച്ച് ചേട്ടൻ ആദ്യം കുറെ ചീത്ത വിളിച്ചു. കടയിൽ ചെന്നതും ഓട്ടോ പിടിച്ച് പോയതും തിരിച്ചു വന്നതുമെല്ലാം അങ്ങേരറിഞ്ഞിരുന്നു. നീ എത്രത്തോളം പോകുമെന്ന് എനിക്ക് അറിയണമായിരുന്നു. അതാണ് ഞാൻ മിണ്ടാതിരുന്നത്. പിന്നെ പട്ടിണി കിടന്ന് മോങ്ങുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല. പ്രവീണിനോട് കാര്യങ്ങൾ പറഞ്ഞു. അതാണ് അവൻ എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. അല്ലാതെ കാർഡ് അത്യാവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല. നിന്നെപ്പോലുള്ള സംശയ രോഗികൾ നേരിട്ട് കാണുന്നതല്ലേ വിശ്വസിക്കൂ. 4 നല്ല പെട തരാനാണ് തോന്നുന്നത്. നിങ്ങൾ ഞാൻ വിളിച്ചപ്പോൾ കള്ളം പറഞ്ഞതുകൊണ്ടല്ലേ ഇത്രയൊക്കെ ഉണ്ടായത്? ആദ്യമേ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. അന്നേരത്തെ തിരക്കിന് ഫോൺ വയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ കള്ളം പറഞ്ഞത്. ഇല്ലെങ്കിൽ പിന്നെ നിന്റെ വക 100 ചോദ്യങ്ങൾ പിറകെ വരും. വീട്ടിൽ വന്നിട്ട് സമാധാനമായിട്ട് പറയാലോ എന്ന് ഓർത്തു.
അപ്പോഴേക്കും ഇവിടെ ഇറങ്ങിപ്പോക്ക് വരെ കഴിഞ്ഞില്ലേ? ആദ്യം നീ സംശയത്തിന്റെ വിത്ത് നിന്റെ മനസ്സിൽ നിന്ന് ഒന്ന് കളാ. ഭർത്താക്കന്മാരൊക്കെ അവസരം നോക്കി അവിഹിതത്തിന് പോവുകയാണെന്ന ചിന്തയെ എൻ്റെ കാര്യത്തിൽ ഇനി ആലോചിച്ചു കൂട്ടരുത്. സോറി ചേട്ടാ, ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, സത്യം. നിന്റെ താലി എവിടെ? അയ്യോ, ഞാനത് മേശപ്പുറത്ത് ഊരി വെച്ചിരുന്നു. ഇങ്ങ് വാ. മേശയിൽ നിന്ന് താലിമാല എടുത്ത് കഴുത്തിൽ കെട്ടി തരുമ്പോൾ അങ്ങേര് പറഞ്ഞു, ഡി, താലി രണ്ട് മനസ്സുകളുടെ പരസ്പര വിശ്വാസമാണ്. ഇനി അതിലെങ്ങാനും നീ തൊട്ടാൽ ഇല്ലല്ലോ, ഇനി വിശ്വാസക്കുറവ് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആകാശിന്റെ കവിളിലൊരു മുത്തമായി അവന്റെ പെണ്ണിന്റെ മാപ്പ് പറച്ചിൽ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.